ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥി ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഞാൻ ഗെയിം പഠിച്ച് തന്നെയാണ് ഇവിടെ ഗെയിം കളിക്കാൻ വന്നത് എന്നാണ് എപ്പോഴും പറയുന്നത്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ജിൻഡോ തന്നെ നടത്തിയിരുന്നു. ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവരെയും കുറിച്ച് വ്യക്തമായി പഠിച്ച് അവരുടെ യൂട്യൂബ് ചാനലുകളും അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവരുടെ ക്യാരക്ടർ എന്താണ് എന്നൊക്കെ കൃത്യമായി പഠിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. അതിനനുസരിച്ചാണ് ഞാനിവിടെ ഗെയിം കളിക്കുന്നത് എന്നാണ് ജിൻഡോ അവിടെ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിലുള്ള എല്ലാവരുടെയും പേര് പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിരുന്നു. അപ്പോൾ ആ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള എല്ലാവരെയും കുറിച്ച് ഞാൻ പഠിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ജിൻഡോ കാത്തിരിക്കുന്നത് വൈൽഡ് കാർഡിനെയാണ്. അപ്പോൾ ശ്രീരേഖയുടെ അടുത്തിരുന്ന് പറയുന്നുണ്ട്, വൈൽഡ് കാർഡായി വരുന്നവരുടെ ലിസ്റ്റിലും ആ പേരുകൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരെക്കുറിച്ചും ഞാൻ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായ ഗെയിം പ്ലാൻ ഉണ്ട്. ഞാൻ വ്യക്തമായി എല്ലാം പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ശ്രീരേഖ അത് ഞെട്ടുന്നുണ്ട് കേട്ടിട്ട്. വൈൽഡ് കാർഡിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉവ്വ്, പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെക്കുറിച്ചും പഠിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനനുസരിച്ചാണ് ഞാൻ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ജിൻഡോ പറയുന്നത്. എന്തായാലും ജിൻഡോ കള്ളങ്ങൾ കെട്ടിപ്പൊക്കിയുള്ള ഒരു ഗെയിമാണ് ജിൻഡോ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളങ്ങൾ കൊണ്ട് ഒരു ചീട്ടുകൊട്ടാരമാണ് ഇപ്പോൾ ജിൻഡോ അവിടെ പണിത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചീട്ടുകൊട്ടാരം തകർക്കാൻ കഴിയുന്നത് ആർക്കാണോ അവർക്കാണ് ജിൻഡോയെ തകർക്കാൻ കഴിയുന്നത്. അതിപ്പോൾ വീട്ടിലുള്ളവർക്ക് ആർക്കും സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. ഇപ്പോൾ ആ വീട്ടിൽ നിലവിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റന്റുകളിൽ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്നത് ജിൻഡോ ആണെന്ന് അതുകൊണ്ടാണ് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ചീട്ടുകൊട്ടാരം തകർക്കാനായിട്ട് വരുന്ന വൈൽഡ് കാർഡ്സിന് കഴിഞ്ഞാൽ ജിൻഡോയുടെ കള്ളങ്ങൾ കൊണ്ട് തീർത്ത ചീട്ടുകൊട്ടാരം തകരുന്നതോടുകൂടി ജിൻഡോയും തീരുമെന്നുള്ള കാര്യം ഷുവറാണ്. എന്തായാലും ജിൻഡോയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ, ജിൻഡോയുടെ ഗെയിം വിജയിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ജിൻഡോ ഇപ്പോൾ നന്നായി നിലവിൽ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷേ ആ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത്.